അരുൺ സോളമൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വെങ്കടേഷ് ആൻഡ് റോഷ്നി. അരുൺ, ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ രാവിലെ മുതൽ ഈദ്ഗാഹൊക്കെ നടക്കും. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹിന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി നേതൃത്വം നൽകും അല്ലേ? എല്ലാ പെരുന്നാളിലും ഇമാമിൻ്റെ നല്ല പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നും അതൊക്കെ ഉണ്ടായിരിക്കുമല്ലേ? മാത്രമല്ല, ഈ ലഹരിക്കെതിരായ പോരാട്ടം തുടരണമെന്നതാണ് ഇത്തവണത്തെ സന്ദേശം. തീർച്ചയായിട്ടും റോഷ്നി ആൻഡ് വെങ്കടേഷ്, പ്രധാനമായിട്ടും ഇത്തവണ ഈദ്ഗാഹ് പതിവ് പോലെ തന്നെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിക്കുക. അതിന് നേതൃത്വം കൊടുക്കുന്നത് പാളയം ഇമാം കൂടിയായിട്ടുള്ള VP സുഹൈബ് മൗലവിയാണ്. അദ്ദേഹം 7:30 പാളയം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെത്തും. ധാരാളം വിശ്വാസികൾ ഇതിനോടകം തന്നെ ഈ പാളയം പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമസ്കാരത്തിനായിട്ട് പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ്. നമുക്ക് തലസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും മലയാളികളല്ല, അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ നമസ്കാരത്തിനായി പ്രധാനമായും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. ഇതിന് പുറത്ത് പാളയം ഈ പള്ളിക്ക് പുറത്ത് രാവിലെ തന്നെ കച്ചവടം കൂടി പുരോഗമിച്ചിട്ടുണ്ട്. പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ചെത്തുന്നവർ അത്തരം അതുപോലെ തന്നെ തൊപ്പിയും ഒക്കെ മേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ സെൽഫി ഒക്കെ എടുത്ത് ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചേട്ടാ, പെരുന്നാൾ ആശംസകൾ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഇതിനിടയിൽ സംസാരിക്കാൻ പറ്റില്ല. അൽഹംദുലില്ലാഹ്. ഓക്കെ. അപ്പോൾ കച്ചവടം നടക്കുകയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കാനാവില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വലിയ ആഘോഷത്തിൻ്റെയും അതുപോലെ ഒരു നീണ്ട പകലുകൾ, വ്രതം അനുഷ്ഠിച്ച പകലുകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് വീണ്ടും ഇന്ന് ഒരു ആഘോഷ പിറവിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പുരോഹിതർ നൽകിയിരിക്കുന്ന പദവികളിൽ നിന്ന് വ്യത്യസ്തമായി നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. അത് ലഹരി വിമുക്ത ഒരു കേരളത്തിനായിട്ടുള്ള ഒരു സന്ദേശം തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ആഘോഷത്തിന് അതിരുവിടാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പതിവിന് വിപരീതമായി സാധാരണ രീതിയിലൊക്കെ ഈ വാഹനങ്ങളൊക്കെ എടുത്ത് കുട്ടികൾ അമിത വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു പതിവ് കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും കോവളം പോലുള്ള ബൈപ്പാസ് റോഡുകളിലൊക്കെ അത്തരത്തിലുള്ള അപകടങ്ങൾ പതിവ് കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇന്നലെ തന്നെ പിറവി കണ്ടപ്പോൾ തന്നെ ഉടൻ പുരോഹിതർ നൽകിയ നിർദ്ദേശവും അതാണ്, വിദ്യാർത്ഥികളായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ളവരൊന്നും തന്നെ അത്തരത്തിലൊന്നും നീങ്ങാൻ പാടില്ല. ആഘോഷങ്ങൾക്കൊക്കെ ഒരു പരിധി വേണം. അത്തരത്തിൽ പരിധി വിട്ടുള്ള ആഘോഷങ്ങൾ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഹരിക്കെതിരെ കർശനമായിട്ടുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അതിന് ശക്തമായിട്ട് എതിർക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള പ്രസംഗത്തിലൊക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവാം. നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും ഒക്കെ ആയിരിക്കാം പാളയം ഇമാം നൽകുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. റോഷ്നി ആൻഡ് വെങ്കടേഷ്. മറ്റൊന്ന്, നമ്മളിപ്പോൾ കണ്ട വാർത്ത, ആശാവർക്കർമാരുടെ സമരം 50ാം ദിവസത്തിലെത്തി നിൽക്കുന്നു. മുടി മുറിച്ചാണ് പ്രതിഷേധം അല്ലേ? അതുതന്നെയാണ് അവർ നേരത്തെ തന്നെ നിശ്ചയിച്ച ഒരു കാര്യമായിരുന്നു. മുടിമുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ആശാവർക്കർമാർ പ്രധാനമായും പങ്കുവെക്കുന്നത്. ഇന്ന് 12 ദിവസമാകുന്നു നിരാഹാര സമരം ആരംഭിച്ചിട്ട്. എന്നിട്ടും സർക്കാർ ഇതുവരെയും അവരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ കണ്ണു തുറന്ന് നോക്കിയിട്ടില്ല. പ്രത്യേകിച്ചും ആശാവർക്കർമാർ പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇത്രയും ദിവസമായി 50 ദിവസങ്ങളാകുന്നു. ഈ ദിവസങ്ങളിലൊന്നും തന്നെ മുഖ്യമന്ത്രി ഈ സമരത്തിന് നേരെ കണ്ണു തുറന്ന് നോക്കിയിട്ടില്ല. ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് ഈ സമരത്തെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ചോദ്യം ആശാവർക്കർമാർ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ സമരത്തെ പല ഘട്ടങ്ങളിൽ അവഹേളിച്ചു. ഏറ്റവും ഒടുവിൽ ഒരു മഴവിൽ സഖ്യമാണ് ഈ സമരത്തിന് പിന്നിൽ എന്നുള്ള വലിയൊരു ആക്ഷേപം കൂടി MP ഗോവിന്ദൻ ഉയർത്തിയിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ LDF സർക്കാർ ഈ സമരത്തിന് അല്ലെങ്കിൽ സമരത്തിലിരിക്കുന്ന ആശാവർക്കർമാരുമായി ഒരു അനുകൂലമായിട്ടുള്ള സമീപനം ഇതുവരെയും ഉണ്ടാകാത്തത്. നിലവിൽ 2 ചർച്ചകൾ ആരോഗ്യ മന്ത്രി കൂടിയായിട്ടുള്ള വീണ ജോർജുമായി നടത്തിയിരുന്നു. 2 ചർച്ചകളും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഈ മുടിമുറിച്ചൊരു പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആശാവർക്കർമാർ കടക്കും. പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ ആശാപ്രവർത്തകർ ഒന്നടങ്കം മുടിമുറിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ധാരാളം സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരൊക്കെയും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് കൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓക്കെ അരുൺ, ഈ IB ഉദ്യോഗസ്ഥയുടെ ഒരു ആത്മഹത്യ അത് വലിയ വാർത്തയാണല്ലോ. അപ്പോൾ അതിൽ ആരോപണ വിധേയനായി സഹപ്രവർത്തകനായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണല്ലേ? ഈ സുഗാന്തിനെതിരെ നിലവിൽ തെളിവില്ലെന്നാണല്ലേ പോലീസ് പറയുന്നത്. അപ്പോൾ ഈ പ്രതി ചേർക്കുന്നതിലടക്കം നിയമോപദേശം തേടും അല്ലേ?
നിലവിൽ ഈ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ഒരു ദുരൂഹത ഉണ്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ കുടുംബം ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണം ഈ IB ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ഈ സുഖാന്തിനെതിരെയുള്ള ആരോപണം തന്നെയാണ്. അദ്ദേഹമാണ് ഈ മേഘ ആത്മഹത്യ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി കുടുംബം ഉയർത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിയമോപദേശം തേടാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും തിരുവനന്തപുരം പേട്ട പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഈ സുഖാന്ത് മേഘ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ സുഖാന്ത് ഒളിവിൽ പോയി എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. കാരണം മലപ്പുറം കേന്ദ്രീകരിച്ച് പേട്ട പോലീസിന്റെ 2 സ്ക്വാഡുകളാണ് ഇപ്പോൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ സുഖാന്തിനെതിരെ ഉള്ള അന്വേഷണം നടത്തുന്നത്. വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം ഒരാഴ്ചയായി വീട്ടിലില്ല എന്നുള്ളൊരു വിവരം കൂടിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പ്രധാനമായും കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഈ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് എടുക്കുന്നുണ്ട്. ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്നത് വരെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നുള്ളൊരു ആവശ്യം പിതാവ് കൂടിയായിട്ടുള്ള മധുസൂദനൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുണ്ട്. വരുന്ന ഒരു ഏപ്രിൽ 6-ന് നിലവിൽ മുഖ്യമന്ത്രിയെ കൂടി കണ്ട് പരാതി നൽകാനാണ് കുടുംബം ഉദ്ദേശിക്കുന്നത്. ശരി, മറ്റൊന്ന് അരുൺ, ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട MBA പരീക്ഷ വീണ്ടും നടത്തുന്നതിനെതിരെ വിദ്യാർത്ഥികൾ രംഗത്ത് വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ആശങ്കയറിയിച്ചിരിക്കുന്നു അല്ലേ? പ്രധാനമായും ഈ 71 വിദ്യാർത്ഥികൾ MBA വിദ്യാർത്ഥികളാണ്. അവരുടെ ജീവിതം തുലാസിലായ ഒരു കാര്യമായിരുന്നു. പക്ഷേ സർവകലാശാല നേരത്തെ സൂചിപ്പിച്ചതുപോലെയൊക്കെ തന്നെ KSU SFI പ്രവർത്തകരൊക്കെ സമരരംഗത്തെത്തുകയും സർവകലാശാല രജിസ്ട്രാർ അടക്കമുള്ളവർ ഒരു അനുകൂലമായ സമീപനം എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം അതിവേഗം ഒരു സ്പെഷ്യൽ പരീക്ഷ, ഒരു റീ എക്സാം ഇവർക്ക് വേണ്ടി നടത്തുമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു സർവകലാശാല എത്തിയത്. പക്ഷേ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളാനോ അത്തരത്തിൽ ആ ഒരു തീരുമാനത്തിലേക്ക് കൈയടിക്കാനായിട്ട് വിദ്യാർത്ഥികൾ തയ്യാറായിട്ടില്ല. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവിനെ നേരിൽ കണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾ സൂചിപ്പിച്ചത്. കാരണം ഒരു വർഷം മുൻപ് എഴുതിയ പരീക്ഷ വീണ്ടും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയല്ല വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. കാരണം 4 സെമസ്റ്ററുകൾ പൂർത്തിയാക്കി പല കമ്പനികളിലും ഇതിനോടകം ജോലിക്ക് കയറാനിരുന്ന വിദ്യാർത്ഥികളാണ്. പക്ഷേ അവർക്ക് ഇതുവരെയും സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് സാധിക്കാതെ വന്നതോടുകൂടി അവരുടെ ജീവിതം തുലാസിലായിരിക്കുന്നു. അവർക്കൊരു ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ റീ എക്സാം എഴുതാൻ തയ്യാറാകില്ല. മുൻപുള്ള ഈ സെമസ്റ്ററിൽ എഴുതിയിട്ടുള്ള മറ്റ് പരീക്ഷകൾക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആനുപാതികമായ മാർക്ക് നൽകി ഈ പ്രോജക്ട് ഫിനാൻസ് എന്ന് പറയുന്ന ഈ കാണാതായ പരീക്ഷാ പേപ്പറിന് മാർക്ക് നൽകി അവരെ വിജയിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് നിലവിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്നത്. റോഷ്നി ആൻഡ് വെങ്കടേഷ്.